നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ആനന്ദപ്പൂക്കളുടെ വസന്തമഴ ഏറ്റുവാങ്ങാൻ എല്ലാ കൂട്ടുകാർക്കും ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. ഹരിതഭൂമി നർമ്മഭൂമിയാക്കി മാറ്റുന്ന നമ്മുടെ കൂട്ടുകാർ നമ്മുടെ മുമ്പിലെത്തുന്ന സമയം. കാട്ടിലെ കൂട്ടുകാർ. മോനെ ഗംഭീർ, എഴുന്നേൽക്കു മോനെ. ഈശ്വര, ഈ ഗംഭീറിനെ കൊണ്ട് ഞാൻ തോറ്റു. എത്ര നേരമായി കിടന്നുറങ്ങുന്നു. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, അല്ലാതെ വല്ല പണിയും ചെയ്യാറുണ്ടോ നീ? എന്താ പറയ, ഇങ്ങനെ ആയാൽ മറ്റുള്ള കുട്ടികളൊക്കെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് സഹായിക്കുന്നു. പക്ഷെ എന്റെ മോനോ? മടുത്തു, ജീവിതം തന്നെ മടുത്തു. ഇങ്ങനെ ചീത്ത പറയാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഓ, ഗുഡ് മോർണിംഗ് അമ്മച്ചി. മോനായിരുന്നോ? വാ വാ, ഇരിക്ക്. ഞാൻ ചന്തയിൽ പോകാൻ ഇറങ്ങിയതാ അമ്മച്ചി. കുറച്ചു പേർക്ക് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അത് ശരി, മോൻ എന്താ ഇങ്ങോട്ട് വന്നത്? അമ്മച്ചിക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുണ്ടോന്ന് അറിയാനാ. ഉണ്ട് മോനെ, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഞാൻ പോവാനിരിക്കുവായിരുന്നു. ഞാൻ വാങ്ങിക്കൊണ്ടുവരാം അമ്മച്ചി. ചന്തയിൽ പോകുന്ന വണ്ടിക്കൂലി തന്നാ മതി. അത് വേണോ മോനെ? അമ്മച്ചി എന്താ കരുതിയത്? കുറെ പേരുടെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അവരുടെ എല്ലാവരുടെയും വണ്ടിക്കൂലി കിട്ടിയാൽ ഒരു തുകയുണ്ടാകും. ആ, അത് കൊള്ളാലോ. ആഴ്ചയിൽ 2 ദിവസം ഇതുപോലെ ഞാൻ ചന്തയിൽ പോകാറുണ്ട്. വളരെ നല്ല കാര്യം. ഞാൻ അകത്തു പോയി പണവും സഞ്ചി എടുത്തു വരാം. ഗംഭീർ എവിടെ? അവന്റെ കാര്യമൊന്നും പറയണ്ട, അവൻ കിടന്നുറക്കവാ. വ്യായാമക്കുറവ് മൂലം യുവാക്കൾ ഹൃദ്രോഗം പിടിപ്പെടുന്നു. ഇതാ മോനെ പണവും സഞ്ചിയും. അമ്മച്ചി, ഞാൻ 1 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരാം കേട്ടോ. ശരി മോനെ, എല്ലാം കൂടെ മോൻ ഒറ്റയ്ക്ക് കൊണ്ടുവരുമോ? ഓ, തീർച്ചയായും. ആ ബാഗ് എടുക്കാൻ മറക്കണ്ട. ഓ ശരി ശരി. എന്നാ ശരി അമ്മച്ചി, ഞാൻ വരട്ടെ. ശരി ശരി. ഇങ്ങനെയും കുട്ടികളുണ്ടല്ലോ. ഗംഭീർ, നീ കണ്ടോ പപ്പീസ് ഇപ്പം ഇവിടെ വന്നു പോയത്? അങ്ങനെ പലരും പലതും കാണിക്കൂ. അതൊന്നും നോക്കാൻ എനിക്ക് നേരില്ല. ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാനും സമ്മതിക്കില്ലെന്ന് വെച്ചാല്
ഓ, ഈ കുട്ടിയുടെ ഒരു കാര്യം. ഗംഭീറിന്റെ അമ്മ വിഷമിക്കാതെ, എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാകും. സാറേ, ആകെ പ്രശ്നത്തിലാ. അവൻ ഒരു ജോലിയും ചെയ്യില്ല, വീട്ടിൽ വെറുതെ ഇരിക്കും. ഗംഭീർ മാത്രമല്ല, ഗംഭീറിനെ പോലെ നിരവധി പേരുണ്ട് ഒരു ജോലിയും ചെയ്യാതെ വെറുതെ വീട്ടിലിരിക്കുന്നവർ. അവർക്കൊക്കെ കാരണം പഠനവും. ആ പപ്പീസ് പഠന സമയത്തും ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് പണം സമ്പാദിക്കുന്നു. ആ, അത് നേരാ. അവന്റെ ആവശ്യത്തിനുള്ള പകുതി പണം അവൻ കണ്ടെത്തുന്നു, ബാക്കി വീട്ടുകാരിൽ നിന്ന് വാങ്ങുന്നു. സാറേ, ഗംഭീറിനെ പോലുള്ള കുട്ടികളെ കണ്ടെത്തി ഒരു ഉപദേശം എന്ന നിലയിൽ എന്തേലും. ആ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ, എന്തു ചെയ്യാനാ? സാറേ, എന്റെ മകന് മാറ്റം വേണം. അവൻ നല്ലവനായി ജീവിക്കണം. എല്ലാം റെഡിയാവും. ഗംഭീറിന്റെ അമ്മ ധൈര്യമായി പോകും. അത് മതി സാർ. ആ, നാളെ ക്ലബിന്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഗംഭീറിനോട് നിർബന്ധമായും പങ്കെടുക്കാൻ പറയണം. പറയാം സാർ. എങ്കിൽ ശരി, നമുക്ക് പിന്നീട് കാണാം. ശരി. മക്കളെ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായോ? മറ്റുള്ളവരെ ഏതു വിധേനയും സഹായിക്കുക. അതിൽ നിന്ന് ഒരു ലാഭവും പ്രതീക്ഷിക്കരുത്. തീർച്ചയായും സാർ. പപ്പീസ് സഹായിക്കുന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർക്കൊരു സഹായവും പപ്പീസിനൊരു പാർട്ട് ടൈം തൊഴിലും. അപ്പോൾ പപ്പീസ് പണം വാങ്ങുന്നുണ്ടല്ലോ. അതെ അതെ. പണം വാങ്ങുന്നു എന്ന് പറയരുത്. കാരണം നിങ്ങൾ ചന്തയിൽ പോകാൻ എത്ര പണം വണ്ടിക്കൂലിക്കായി കൊടുക്കണം? അത് നേരാ സാറേ. ആ, നിങ്ങളുടെ സമയം ലാഭം, വണ്ടിക്കൂലിയുടെ പകുതി ലാഭം, പപ്പീസിന് ഒരു ചെറിയ വരുമാനം. ഓ, ഇത് കേൾക്കുമ്പോഴും എനിക്ക് ആ, നിങ്ങളുടെ ചെലവിലേക്കുള്ള ഒരു ചെറിയ ഭാഗം സ്വയം കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നീട് നിങ്ങൾക്ക് പല മാറ്റങ്ങളും ഉണ്ടാകും. ഓ, പപ്പീസ് ഇന്ന് ഇവിടെ എത്തേണ്ടതാ, പക്ഷേ തിരക്കായിരിക്കാം വരാതിരുന്നത്. അതെ അതെ. ആ, നിങ്ങളും ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് പഠന ചെലവിന്റെ പകുതി കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ ജീവിതത്തിൽ സമ്പാദ്യശീലമുള്ളവരായി തീരാൻ ശ്രമിക്കുക. ശരി സാർ, ഞങ്ങൾ ശ്രമിക്കും. സമ്പാദ്യശീലം കുട്ടികളെ, ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊരു ക്ലാസ് നടത്തണം. തീർച്ചയായും അതെ അതെ അതെ. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ആ, ശരി മക്കളെ, നമുക്ക് അടുത്ത ദിവസം കാണാം. ശരി സാർ. മക്കളിൽ എനിക്ക് അതിയായ പ്രതീക്ഷയുണ്ട്. ആ, താങ്ക് യു സാർ. താങ്ക് യു സാർ. ബൈ. ആ പപ്പീസിനെ പുകഴ്ത്തി സാറ് പറഞ്ഞത് കേട്ടില്ലേ? അതിൽ സത്യമില്ലേ ഗംഭീർ? ഓ, എന്ത് സത്യം! കോരും അവന്റെ കൂട്ടത്തിലാ. ഗംഭീർ, ഗംഭീർ പിണങ്ങാൻ പറഞ്ഞതല്ല. പപ്പീസിന് നമുക്കൊരു പണി കൊടുക്കണം. എന്ത് പണി കൊടുക്കാനാ? അതിനെ പറ്റിയാ നമ്മൾ ആലോചിക്കേണ്ടത്. എന്താ ഒരു വഴി അവനെ മറ്റുള്ളവരുടെ ഇടയിൽ കളിയാക്കാൻ? പപ്പീസിന് എല്ലാവർക്കും വലിയ ഇഷ്ടാണെന്നേ. പപ്പീസ് മറ്റുള്ളവരുടെ മുന്നിൽ കള്ളനാകണം. അതിനെന്ത് വഴി എന്നാണ് ആലോചിക്കേണ്ടത്. അവൻ സാധനം വാങ്ങാൻ കൊടുക്കുന്ന പണം അടിച്ചു മാറ്റുന്ന പ്രചരിപ്പിച്ചാലോ? ഏയ്, ഛെ, ഛെ, അതൊന്നും ആരും വിശ്വസിക്കില്ലെന്നേ. പപ്പീസിനെ മറ്റുള്ളവർക്ക് അത്ര വിശ്വാസമാണ്. പിന്നെ എന്താ ഒരു വഴി? വീട്ടുകാർ സാധനം വാങ്ങാൻ കൊടുക്കുന്ന പണം പപ്പീസിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടണം. എന്നിട്ട് പണമില്ലാതെ സാധനം വാങ്ങാൻ കഴിയില്ലല്ലോ. സാധനം വാങ്ങാൻ കഴിയുന്ന ചന്തയില്, വീട്ടുകാർ സാധനം കിട്ടാതെ വീട്ടില്. എന്ത് രസമായിരിക്കും! സംഗതി ഗംഭീരം. പപ്പീസിന് സമ്പാദിക്കൽ അതോടെ പടക്കം പോലെ പൊട്ടും. പണം എങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് ഇല്ലാതാക്കും? അതിനൊക്കെ പണിയുണ്ടത്. എന്ത് പണി? പപ്പീസ് വരുന്ന വഴി നമ്മൾ തടയുന്നു, പണം നമ്മൾ കൈക്കലാക്കുന്നു. സബ്ബാഷ്, ഗംഭീരം. നമ്മൾ ചന്തയിൽ അടിച്ചു പൊളിച്ച് നടക്കണം. പപ്പീസ് കരിഞ്ഞ് കളയട്ടെ. പപ്പീസ് വരുന്ന വഴിയിൽ പോയി നിൽക്കാം. വായോ. ശരിയാ ശരിയാ, നമുക്ക് പോകാം. ഓ ഈശ്വര, ഇന്ന് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടല്ലോ. എപ്പോഴാ ചന്തയിലെത്ത? ഓരോ വീടുകളിൽ സാധനം എത്തിക്കുമ്പോഴേക്കും നേരം രാത്രിയാകും. നിങ്ങളായിരുന്നോ? പേടിച്ചു പോയല്ലോ. ഹലോ പപ്പീസ്. പപ്പീസ് ധൃതിയിലാണല്ലോ. ചന്തയിൽ പോകാൻ നേരം വൈകിപ്പോയി. വൈകിയാലെന്താ? പപ്പീസിന് ഇഷ്ടം പോലെ പണല്ലേ? എന്താ ഗംഭീർ ഈ പറയുന്നേ? ഞങ്ങളുടെയൊക്കെ പണം കൊണ്ട് പപ്പീസ് ഹീറോ, ഞങ്ങള് സീറോ.
അയ്യോ എന്റെ പണം. ഇനി ഞങ്ങൾ കുറച്ച് വിലസട്ടെ. അയ്യോ എന്താ കൂട്ടുകാരെ ഇത്, മറ്റുള്ളവരുടെ പണമാ. അത് തന്നെയാ ഞങ്ങൾക്കും വേണ്ടത്, മറ്റുള്ളവരുടെ പണം. അയ്യോ ചതിക്കല്ലേ ചതിക്കല്ലേ, പണം ഇങ്ങോട്ട് താ. അയ്യോ എന്റെ അമ്മ, മറ്റുള്ളവരോട് ഞാൻ എന്ത് സമാധാനം പറയും, ആ പണം ഇങ്ങോട്ട് തായോ. അയ്യോ എന്റെ പണം, ഇനി ഞാൻ ആ മറ്റുള്ളവരോട് എന്ത് പറയൂ. അയ്യോ, ദേ, ബമ്പ സാർ. അയ്യോ, ഓടിക്കോ. എന്റെ ദൈവമേ, ഓടിക്കോ. അയ്യോ, അമ്മേ. ഇവർക്കിതെന്ത് പറ്റി? എന്തോ തട്ടിപ്പുമായി വന്നതാണെന്ന് തോന്നുന്നു. ആ, ആർക്കറിയാം ആരെയാ പറ്റിച്ചതെന്ന്. ഈശ്വരാ, അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും ഈശ്വരാ? പണം വാങ്ങിയവരോട് ഞാൻ ഇനി എന്ത് സമാധാനം പറയും? അയ്യോ, എല്ലാവരും എന്നെ കള്ളനായി കരുതുമല്ലോ. അയ്യോ എന്താ എന്താ പപ്പീസേ, എന്താ സാറേ, പറ്റിയത്? എല്ലാം പോയി സാറേ. കാര്യം പറ പപ്പീസേ. എന്റെ പണവുമായി അവർ പോയി സാറേ. എനിക്ക് മനസ്സിലായില്ല, തെളിച്ചു പറ അയ്യോ, കാര്യം. ഞാൻ ചന്തയിൽ സാധനങ്ങൾ വാങ്ങാൻ കൊണ്ടുവന്ന പണം ഗംഭീറും കോരും കൊണ്ടുപോയി സാറേ. ഓഹോ, അപ്പോ അതാ അവരോടിയത് അല്ലേ? അതെ സാറേ, ഞാൻ എല്ലാവരുടെയും മുമ്പിൽ കള്ളനാവും സാറേ. ഒരിക്കലുമില്ല പപ്പീസ്. പപ്പീസ് വിഷമിക്കാതെ. എന്നാലും സാറേ, പപ്പീസ് എഴുന്നേൽക്ക്, വാ ചന്തയിലേക്ക് പോകാം. ലിസ്റ്റ് കയ്യിലില്ലേ? അതൊക്കെ സഞ്ചിയിലുണ്ട്. എങ്കിൽ സാരമില്ല, ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങി നമുക്ക് എല്ലാ വീട്ടിലും എത്തിക്കണം. വരൂ, ശരി സാറേ. കരയാതെ. അല്ല, പപ്പീസിനെ ഇതുവരെ കണ്ടില്ലല്ലോ. മുങ്ങിക്കാണും. ഹാ, എന്താ ഗംഭീറി പറയുന്നത്? പിന്നെ ഇതുവരെ കാണാതെ എനിക്കാണെങ്കിൽ വിശന്നിട്ട് പോയി. പപ്പീസ് കള്ളത്തരം ഒന്നും കാണിക്കില്ല. ചന്തയിൽ തിരക്കായതുകൊണ്ടായിരിക്കും. പോരും അത് നോക്കിയിരുന്നോ? അല്ല പപ്പീസെ, എന്താ വൈകിയത്? എല്ലാം കിട്ടിയോ? അത് പിന്നെ ഈ പണം ഒന്ന് തിരിമറി ചെയ്യേണ്ടി വന്നു. എന്തു പറ്റി? പണം വീണുപോയോ? വീണു പോയതൊന്നുമല്ല, ചില കള്ളന്മാര് മോഷ്ടിച്ചതാ. മോഷ്ടിച്ചതോ? അതെ, ഈ പപ്പീസിനെ കള്ളനാക്കാൻ വേണ്ടി ചെയ്ത കുതന്ത്രം. ഈശ്വരാ, എന്തു ചെയ്താലും മറ്റുള്ളവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. മറ്റുള്ളവരുടെ വളർച്ചയും അസൂയയുള്ളവർ. മോശമായില്ലോ. എന്നാലും ഇതൊട്ടും ശരിയായില്ല. ഇവിടെ എന്താ ശരിയായി നടക്കുന്നത്? മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ ശ്രമിക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക, അവരെ ഉപദ്രവിക്കുക. ഓ കഷ്ടം. വേണ്ടായിരുന്നു. ഇങ്ങനെയുള്ളവർ ഒന്ന് മനസ്സിലാക്കണം, ദൈവം എന്നും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരോടൊപ്പം ആയിരിക്കുമെന്ന്. ആ, എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ. അപ്പൊ പോട്ടെ അമ്മച്ചി. നീ ഇതെങ്ങോട്ടായി പോകുന്നേ? സാർ, സാറേ, ഓ, സാർ ക്ഷമിക്കണം സാർ. പപ്പീസിനെ പറ്റി എല്ലാവരും എപ്പോഴും നല്ലത് പറഞ്ഞപ്പോ അസൂയ തോന്നി എനിക്ക്. അതിനെ ഇങ്ങനെയാണോ പ്രതികാരം ചെയ്യുന്നത്? തക്ക സമയത്ത് ഞാൻ ഇടപെട്ടില്ലെങ്കിൽ എന്തായിരുന്നു ഈ പാവത്തിന്റെ സ്ഥിതി? ക്ഷമിക്ക് പപ്പീസ്, നിനക്ക് ചെലവായ തുക ഞാൻ തിരിച്ചു തരാം. സാരമില്ല. മാത്രല്ല, ഇനി മുതൽ പപ്പീസിനെ പോലെ ഞാനും പഠിക്കും, പണിയും എടുക്കും കേട്ടോ. നല്ലത്. ഇപ്പോഴാ നിങ്ങളെല്ലാം യഥാർത്ഥ സുഹൃത്തുക്കളായിരുന്നു, യഥാർത്ഥ ശിഷ്യന്മാരായിരുന്നു, മിടുക്കന്മാർ. നർമ്മഭൂമിയിൽ നിന്നും ഇനി നമ്മൾ എത്തിച്ചേരുന്നത് കുഞ്ഞു വർത്തമാനമായി വരുന്ന ടിങ്കുവിന്റെ അടുക്കലേക്ക്. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർട്ട്. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കു ഇന്ന് വളരെ വിഷമിച്ചാണ് തൻ്റെ സ്കൂളിൽ നിന്ന് വന്നത്.
എന്താ അതിൻ്റെ കാരണം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ? അങ്കിൾ ഞാനത് അറിയത്തില്ല. അതെന്താ? നീ വിഷമിച്ച് വന്നത് നിൻ്റെ കൂട്ടുകാരോട് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അങ്കിള് കൂട്ടുകാരോട് പറഞ്ഞത്. അപ്പോൾ നീ തന്നെ പറയണം, എന്താണ് നിന്നെ ഇത്രമാത്രം വിഷമിച്ച കാര്യമെന്ന്. ഞാൻ അറിയത്തില്ല അങ്കിൾ. ദയവായിട്ട് പറ, അല്ലെങ്കിൽ കൂട്ടുകാർ പിണങ്ങുവേ. എന്നാ ഞാൻ പറയാം. ആ പറ, എന്താ പറ്റിയത്? എന്നെ ആ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആ ഒരുപാട് സഹായിച്ച കൂട്ടുകാരൻ ആ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പോയി. ഒയ്യോ, അതെന്താ? അവൻ്റെ അച്ഛന് ആ വേറൊരു സ്ഥലത്ത് ജോലി കിട്ടി. ഓ അത് ശരി, അതുകൊണ്ടാണല്ലേ? അതെ അങ്കിൾ. ഓക്കെ ഓക്കെ, ടിങ്കു പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ടിങ്കുവിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് വേറൊരു സ്കൂളിലേക്ക് മാറിപ്പോയി. കാരണം തൻ്റെ മാതാപിതാക്കന്മാർക്ക് വേറൊരു സ്ഥലത്താണ് ജോലി കിട്ടിയത്. നിനക്കത് വളരെ വിഷമമായോ? വിഷമായി അങ്കിളെ. ഓക്കെ, എന്താ അത്രമാത്രം വിഷമം വരാൻ കാരണം? അവൻ എന്നെ ഒരുപാട് സഹായിക്കും. ഓ അത് ശരി, പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ പൂർണ്ണമായി സഹായിക്കുന്ന ഒരു നല്ല കൂട്ടുകാരനായിരുന്നു ടിങ്കുവിൻ്റെ ആ കൂട്ടുകാരൻ. എന്താ കൂട്ടുകാരൻ്റെ പേര്? അരുൺ. ഓ അരുൺ എന്ന് പറയുന്ന കൂട്ടുകാരൻ. ഓക്കെ, അപ്പോൾ ടിങ്കു ഈ കൂട്ടുകാരൻ സഹായിക്കുക മാത്രമാണോ? അല്ല അങ്കിൾ, അവൻ എന്നെ നന്നായി മനസ്സിലാക്കും. ഓ നന്നായി മനസ്സിലാക്കുന്ന കൂട്ടുകാരനും കൂടിയായിരുന്നു അല്ലേ? ഓക്കെ, എങ്ങനെ ഇതൊക്കെ ആ കൂട്ടുകാരന് കഴിഞ്ഞത്? കാരണം നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചത് കൊണ്ടാണല്ലേ? അതെ അങ്കിൾ. ബന്ധങ്ങൾ വളരെ വിലയുള്ളതാണ്. അതെ അങ്കിൾ, ഞാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബന്ധങ്ങളുടെ വില എന്താണ്? എന്താണ് ബന്ധങ്ങൾ ഇത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നത്? ടിങ്കുവിന് അറിയാമോ? അറിയത്തില്ല അങ്കിൾ. കാരണം ഒരു മനുഷ്യന് തനിയെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. എപ്പോഴും അവന് ഒരു ബന്ധങ്ങൾ ആവശ്യമാണ്. അതെന്താ അങ്കിൾ അങ്ങനെ പറഞ്ഞത്? നമ്മളിപ്പം നല്ല രുചികരമായി ഒരു ഭക്ഷണം കഴിക്കുമെന്ന് ചിന്തിക്കുക. നമ്മൾ വിചാരിക്കും നമ്മൾ പൈസ കൊടുത്തല്ലേ ആ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ആ ഭക്ഷണത്തിൻ്റെ പിന്നിൽ എത്രയോ ആളുകളുടെ അധ്വാനമുണ്ട്. അതിന് ആ ഭക്ഷണം ഉണ്ടാക്കിയ ആളുകൾ, അതിൻ്റെ പച്ചക്കറി അരിഞ്ഞ ആളുകൾ, പച്ചക്കറി ഉണ്ടാക്കിയ ആളുകൾ, നെല്ല് ചുമന്നു കൊണ്ടുവന്ന ആളുകൾ, വിതച്ച ആളുകൾ, അങ്ങനെ ഒരുപാട് പേരുടെ അധ്വാനം, കൂട്ടമായ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നാം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നത്. ശരി അങ്കിൾ. അപ്പോൾ തീർച്ചയായിട്ടും ബന്ധങ്ങൾ എത്രയോ വിലയുള്ളതാണല്ലേ? അതെ അങ്കിൾ. ഓക്കെ, നമുക്ക് പ്രധാനപ്പെട്ട ബന്ധങ്ങൾ 3 ഉള്ളത്. അതെന്തൊക്കെയാണ്? 1 ദൈവവുമായിട്ടുള്ള ബന്ധം, 2 നമ്മുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം, 3 നമ്മുടെ സമൂഹവുമായിട്ടുള്ള ബന്ധം. ഏതൊക്കെയാണ് ഒന്ന് പറയാമോ? ദൈവമായിട്ടുള്ള ബന്ധം. വെരി ഗുഡ്. പിന്നെ കുടുംബമായിട്ടുള്ള ബന്ധം. ശരിയാണ്. മൂന്നാമത്തത് സമൂഹമായിട്ടുള്ള ബന്ധം. സമൂഹവുമായിട്ടുള്ള ബന്ധം. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ദൈവമാണ് നമ്മെ ഉണ്ടാക്കിയത്. മാത്രമല്ല നമ്മുടെ എല്ലാ അവസ്ഥകളെയും അറിയുന്നതും നമ്മുടെ ഏറ്റവും നല്ല സഹായകനും ദൈവവുമാണ്. അതുകൊണ്ട് ദൈവവുമായിട്ട് നല്ല ബന്ധം നാം വളർത്തിയെടുക്കണം. രണ്ടാമത് നമ്മുടെ കുടുംബവുമായിട്ട്. നമ്മുടെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് എത്രയോ ശ്രേഷ്ഠമേറിയവരാണല്ലേ? അതെ അങ്കിൾ. അവരെ വില കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? ഇല്ല. അച്ഛനും അമ്മയും ഇന്നതായിരിക്കണം നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അച്ഛനും അമ്മയും ആരാ നൽകിയത്? ദൈവം. നമ്മുടെ അച്ഛനും അമ്മയോടുള്ള ബന്ധം വളരെ വിലയേറിയതാണ്. ആ ബന്ധം ഒരിക്കലും തകർക്കുവാനായിട്ട് പാടില്ല. ചില കൂട്ടുകാരുണ്ട്, എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. മാത്രമല്ല അച്ഛനോടും അമ്മയോടും പിന്നെ മിണ്ടുകയില്ല. അതൊക്കെ നല്ല സ്വഭാവമാണോ? അല്ല അങ്കിൾ. മാത്രമല്ല നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ, അവരുമായിട്ടുള്ള നല്ല ബന്ധം നാം കാത്തു സൂക്ഷിക്കണം. കുടുംബ ബന്ധം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മൂന്നാമത്തെ ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. എന്തായിരുന്നു അത്? സമൂഹമായിട്ടുള്ള ബന്ധം. ശരിയാണ്. നമ്മുടെ സമൂഹവുമായിട്ട് നല്ല ബന്ധം നാം കാത്തു സൂക്ഷിക്കണം. നമുക്ക് തനിയൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ സഹായവും നമുക്ക് ആവശ്യമാണ്. ഇത് പറഞ്ഞപ്പോഴാണ് അങ്കിളിന് ബൈബിളിലെ ഒരു വ്യക്തിയുടെ കാര്യം ഓർമ്മ വരുന്നത്. അതാരാ അങ്കിൾ? വളരെ നല്ല രാജാവായിരുന്ന ദാവീദ്. ദാവീദ് ബന്ധങ്ങൾക്ക് വളരെ വില കൊടുത്തിരുന്നു. എന്താ കാരണം അങ്കിൾ? കാരണം ദാവീദിൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിക്കുമ്പോൾ ദാവീദ് ദൈവവുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു, സമൂഹവുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു, തൻ്റെ കുടുംബവുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. എന്താ അങ്കിൾ അങ്ങനെ പറയുന്നത്? പറയാനൊരു കാരണമുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിലെ 4 ഗുണങ്ങൾ കൊണ്ടാണ്
അങ്കിൾ ഇത് പറയാനായിട്ട് കാരണമായി തീർന്നത്. എന്തൊക്കെ 4 ഗുണങ്ങൾ? ഒന്ന്, ദാവീദ് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആരോടാ അങ്ങൾ കരുണ കാണിച്ചത്? ദാവീദിൻ്റെ ഒരു നല്ല കൂട്ടുകാരനുണ്ടായിരുന്നു, യോനാഥാൻ എന്നാണ് പേര്. യോനാഥാനും ദാവീദും ഒരു ദിവസം ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തു. എന്താ അങ്ങൾ ഉടമ്പടി? ഉടമ്പടി ചെയ്തത് എന്താണെന്നറിയാമോ? ദാവീദ് രാജാവാകുമ്പോൾ ഈ യോനാഥാൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കുമെന്ന്. യോനാഥാൻ മരിച്ചു. ദാവീദാണെങ്കിൽ രാജാവുമായി മാറി. രാജസ്ഥാനത്ത് ചെന്നപ്പോൾ താൻ ഓർത്തു, യോനാഥാനുമായിട്ട് ചില ഉടമ്പടി ചെയ്തിട്ടുണ്ടല്ലോ. ഉടനെ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, യോനാഥാൻ്റെ കുടുംബത്തിൽ കരുണ കാണിക്കേണ്ട ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന്. എന്നിട്ട് എന്തുണ്ടായി അങ്ങൾ? അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ യോനാഥാന് മുടന്തനായ ഒരു മകനുണ്ടായിരുന്നു. അവനെ കണ്ടെത്തി. നമ്മളൊക്കെ ആണെങ്കിൽ ഏത് രീതിയിൽ കരുണ കാണിക്കാനായിട്ട് പറ്റും? ചിലക്ക് അവന് ഭക്ഷണം കഴിച്ചു കൊടുക്കും. ചിലപ്പോൾ ഭക്ഷണം മേടിച്ചു കൊടുക്കും, നല്ല വീട് വെച്ച് കൊടുക്കും, നല്ല വീട് വെച്ച് കൊടുക്കും. അത്രയൊക്കെ നമുക്ക് പറ്റുള്ളൂ അല്ലേ? പക്ഷേ ദാവീദ് രാജാവ് ചെയ്ത എന്താണെന്നറിയാമോ? തൻ്റെ ആ കൂട്ടുകാരൻ്റെ മകനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് രാജാവിനോട് കൂടെ ഭക്ഷണം നൽകി തൻ്റെ കൂടെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. നോക്കുക, ബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ച ദാവീദ് മറ്റുള്ളവരോട് കരുണ കാട്ടുന്നവനായിരുന്നു. പിന്നെ എന്താ അങ്ങൾ? ദാവീദ് തൻ്റെ ജീവിതത്തിൽ പാപത്തെ ഏറ്റുപറയുന്നവനായിരുന്നു. തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ അത് മറച്ചു വെക്കാതെ ദൈവസന്നിധിയിൽ തൻ്റെ തെറ്റുകളെ ഏറ്റുപറയുന്നൊരു സ്വഭാവം ദാവീദിനുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെ ചില മിസ്റ്റേക്കൊക്കെ വരുമ്പം നമ്മൾ പലപ്പോഴും അത് മൂടി വെക്കുകയാണ്. ഞാൻ അതല്ല ചെയ്തതെന്ന് പറയുമല്ലേ? അതെ അങ്ങൾ, ഞാനും അങ്ങനെ പറയാറുണ്ട്. ആണോ? ടിങ്കു മാത്രമല്ല, ചില കൂട്ടുകാരും അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ദൈവമക്കളാണെങ്കിൽ നമ്മുടെ ബന്ധം അറ്റുപോകാതിരിക്കാൻ തെറ്റിനെ തെറ്റെന്ന് പറയുന്ന, ശരിയെ ശരിയെന്ന് പറയുന്ന, തെറ്റുകളെ ഏറ്റുപറയുന്ന നല്ല സ്വഭാവം നാം വളർത്തിയെടുക്കണം. മൂന്നാമത്തെ പ്രത്യേകത. അതെന്താ അങ്ങൾ? മൂന്നാമത്തെ പ്രത്യേകത എന്താ അറിയാമോ? ദൈവം ആഗ്രഹിച്ചതുപോലെ തന്നെ ദാവീദ് തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തു. ദൈവം ആഗ്രഹിച്ചു തനിക്കൊരു ആലയം വേണമെന്ന്. ദാവീദും അതേ സമയം തന്നെ ദൈവത്തിന് വേണ്ടി ഒരാലയം പണിയുവാനായിട്ട് ആഗ്രഹിച്ചു. നോക്കിയേ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആ ബന്ധം കാത്തു സൂക്ഷിക്കുക എത്രയോ ശ്രേഷ്ഠമാണല്ലേ? നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മോട് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞാലേ നമ്മൾ ചെയ്യുകയുള്ളൂ. പക്ഷേ മാതാപിതാക്കൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ അധ്യാപകർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. അവിടെയാണ് നല്ല ബന്ധങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നാലാമത്തെ എന്താ അങ്ങൾ? നാലാമത്തത്, ദാവീദ് ക്ഷമിക്കുന്നവനായിരുന്നു. തൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ശൗലായിരുന്നു. പല പ്രാവശ്യം ഈ ശൗല് ദാവീദിനെ കൊല്ലുവാനായിട്ട് നോക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം ദാവീദിന് ശൗലിനെ തനിയെ കിട്ടുക. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? ഉപദ്രവിക്കുകയായിരുന്നു. അതെ. എന്നാൽ ഈ ദാവീദ് ചെയ്ത എന്താണെന്നറിയാമോ? അവനോട് പൂർണ്ണമായി ക്ഷമിച്ചു. അവൻ്റെ മേൽ കൈവെക്കുവാൻ അവൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. നോക്കിയേ, എത്ര നല്ല ഗുണങ്ങളാണ് ദാവീദിനുള്ളത്. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ദാവീദ്. നമ്മുടെ ജീവിതത്തിലും നല്ല ബന്ധങ്ങൾ വളർത്തിയെടുത്ത് ദൈവത്തോടും കുടുംബത്തോടും സമൂഹത്തോടും നല്ല ബന്ധമുള്ളവരായി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ, എനിക്ക് മനസ്സിലായി. താങ്ക് യു. ഓക്കേ. നന്മയും നർമ്മവും കലർന്ന ഇന്നത്തെ പ്രകടനം നിങ്ങൾക്ക് ഇഷ്ടമായോ? ആയാലും ആയില്ലെങ്കിലും കത്തുകൾ അയക്കുക. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനി പഠനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കാലം. അടുത്ത തവണ നമ്മൾ കാണുന്നവരെ വിട.